മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 23 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഒരു പ്രവാചകനും സ്വന്തം ദേശത്ത് പരിഗണിക്കപ്പെടുന്നില്ല എന്ന ഈശോയുടെ വാക്കുകളാണ്. ഈശോയെ ഒരു ദൈവമായിട്ട് കാണാനായിട്ട് ഈശോയുടെ നാട്ടിലുള്ള ആ മനുഷ്യർക്ക് സാധിക്കുന്നില്ല. അതിന് കാരണം അവർ പ്രതീക്ഷിച്ചതുപോലെ ഈശോ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ നാട്ടിൽ ഒരു പ്രവർത്തനവും നടത്താനായിട്ട് ഈശോയ്ക്ക് സാധിക്കുന്നുമില്ല. ഈശോയ്ക്ക് ചില അതിർവരമ്പുകൾ അവർ നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവം ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, ദൈവം ഇങ്ങനെയേ പ്രവർത്തിക്കാവൂ, ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. ഇങ്ങനെയുള്ള ചില അതിർവരമ്പുകൾ ദൈവത്തിന് ആ ദേശത്തുള്ളവർ കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന് അതിർവരമ്പ് നിശ്ചയിക്കുന്ന ഒരു വിശ്വാസിയാണോ നീ? ഇങ്ങനെ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണം, ഇങ്ങനെയേ ദൈവം പ്രവർത്തിക്കൂ, ഞാൻ പറയുന്നത് പോലെ ഞാൻ വരയ്ക്കുന്ന വരയിൽ നിൽക്കുന്നവനാണ് ദൈവമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലോ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. ദൈവപ്രവൃത്തി നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് നീ തിരിച്ചറിയണം. ദൈവത്തിന് അതിർവരമ്പുകൾ നിശ്ചയിക്കാനുള്ള യോഗ്യതയൊന്നും നമുക്കില്ല. കാരണം നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സൃഷ്ടികൾ മാത്രമാണ്. ഈശോയെ ആ ദേശത്തു നിന്ന് അവർ ഓടിക്കാനായിട്ട് പരിശ്രമിക്കുക, കൊല്ലാൻ പിടിക്കാൻ തുടങ്ങുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ വിചാരിക്കുന്നത് പോലെ ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന് കരുതി നമ്മൾ ദൈവത്തെ ഉപേക്ഷിക്കുന്നുണ്ട് എങ്കിൽ, ദൈവത്തോട് ഒരു പരിഭവം നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ, ഈ നിവാസികളെ പോലെ ഈശോയെ കൊല്ലാൻ ശ്രമിക്കുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറും. ഞാൻ പറയുന്ന പോലെ ദൈവം നിൽക്കും, ഞാൻ പറയുന്നതേ ദൈവം കേൾക്കുകയുള്ളൂ, ഞാൻ വരയ്ക്കുന്ന വരയ്ക്കനുസരിച്ച് ദൈവം മാറുകയുള്ളൂ എന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ട. ദൈവപ്രവർത്തിക്കായി നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കണം. നമ്മൾ ഈ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് 30-ാമത്തെ തിരുവചനത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്: കൊല്ലാൻ വേണ്ടി അവർ പിടിക്കാൻ തുടങ്ങിയെങ്കിലും ഈശോ അവരുടെ ഇടയിലൂടെ നടന്നുപോയി എന്ന. നമ്മൾ എന്തൊക്കെ കാണിച്ചാലും ദൈവം പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ ഒരു അതിർവരമ്പും വരച്ചിട്ട് കാര്യമില്ല. നമ്മൾ ദൈവത്തെ നമ്മൾ കണക്ക് കൂട്ടുന്ന കണക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കേണ്ട. ദൈവം പ്രവർത്തിക്കേണ്ടത് ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന് അതിർവരമ്പ് നിശ്ചയിക്കുന്ന ഒരു വിശ്വാസിയാണോ നീ എന്ന് പരിശോധിച്ച് നോക്കുക. അങ്ങനെയെങ്കിൽ നിൻ്റെ മനോഭാവത്തെ മാറ്റുക. ദൈവഹിതത്തിന് നിൻ്റെ ജീവിതത്തെ നീ വിട്ടുകൊടുക്കുക. ദൈവം നിൻ്റെ ജീവിതത്തിൽ എന്തു തരുന്നോ അതിനെ സ്വീകരിക്കാൻ നിൻ്റെ മനസ്സിനെ തയ്യാറാക്കിയാൽ ദൈവപ്രവൃത്തി നിൻ്റെ ജീവിതത്തിലും നിൻ്റെ കുടുംബത്തിലും നടക്കും. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈശോയുടെ പക്കലേക്ക് ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ഇന്നത്തെ എല്ലാ കാര്യങ്ങളെയും കൊടുത്ത് കുടുംബത്തെ കൊടുത്ത്, ഈശോയെ നിൻ്റെ ഹിതം എന്താണോ അത് എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും നിറവേറട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ, മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും ഇവരുടെ അധ്വാനങ്ങളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരുടെ ജീവിത വഴികളിൽ നിന്ന്, അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഈ ദിവസത്തെ ഇവരുടെ അധ്വാനങ്ങൾ അനുഗ്രഹീതമാകട്ടെ. ഇവർ പോകുന്ന വഴികളിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഈശോയെ ഇവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.